നമസ്കാരം. ജെഫ്രി എപ്സ്റ്റീൻ അമേരിക്കയിലെ ഒരു കൊടും കുറ്റവാളിയാണ്. വളരെ നീചമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല, ഇയാൾ കുറ്റവാളിയാണ് എന്നതിനപ്പുറം ഇയാൾക്ക് ഉന്നതരുമായി ബന്ധമുള്ള ഒരു അന്താരാഷ്ട്ര ഇടനിലക്കാരനുമാണ്. അമേരിക്കയിൽ അങ്ങനെയുള്ള ഈ ഇടനില പ്രവർത്തനങ്ങളൊക്കെ അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള പ്രസിഡന്റുമാർ, മറ്റ് ലോക നേതാക്കൾ ഇവരൊക്കെ അറിയാവുന്ന ഒരു ഇടനിലക്കാരനാണ്. ഇവരൊക്കെയുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ആളുമൊക്കെയായിരുന്നു ഈ ജെഫ്രി എപ്സ്റ്റീൻ. ഇയാളുടെ ഭരണകൂടവുമായി, അധികാരവർഗവുമായി നേരിട്ടുള്ള ബന്ധം, ബിസിനസ് രംഗത്തെ ഉന്നതന്മാരുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം, ഇവർക്കൊക്കെ പല ഫേവറുകളും ഇയാൾ ചെയ്തു കൊടുക്കുമായിരുന്നു. അതിന് ഇയാൾക്ക് പ്രത്യുപകാരം കിട്ടുമായിരിക്കും. പക്ഷേ ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പെൺകുട്ടികൾ, വളരെ ചെറിയ പെൺകുട്ടികളോട് ഇയാൾക്ക് വലിയ ലൈംഗിക താല്പര്യം തോന്നുന്നു. ഇയാൾ ഒരു സൈക്കയോ പോലെ പെരുമാറുന്നു. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഇയാൾ സ്വന്തമായി വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള ഒരു ദ്വീപിൽ കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും അതിൽ പലരെയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്ന നീചമായ കുറ്റകൃത്യം ചെയ്ത ഒരു മനുഷ്യമൃഗമാണ് ജെഫ്രി എപ്സ്റ്റീൻ. ഈ ജെഫ്രി എപ്സ്റ്റീൻ 2019 ഈ കുറ്റകൃത്യത്തിന് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കവേ അമേരിക്കയിലെ ഒരു തടവറയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഇയാളെ തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത്. ഇയാളുടെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഇയാളുടെ ഉന്നതരമായ ബന്ധങ്ങൾ പുറത്തു വരുന്നതും ഉന്നതരുമായിട്ടുള്ള ഇയാളുടെ പല നടപടിക്രമങ്ങളും പുറത്തു വരുന്നതും. ഇത് വലിയൊരു അന്വേഷണമായിരുന്നു. പല കുറ്റകൃത്യങ്ങളും ഇതിൻ്റെ ഭാഗമായി തെളിഞ്ഞു. ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദുരൂഹമായ സാഹചര്യത്തിൽ ജെഫ്രി എപ്സ്റ്റീൻ തടവറയിൽ കൊല്ലപ്പെടുന്നത്. ഇപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഓട്ടോപ്സിക്ക്, അതായത് പോസ്റ്റ്മോർട്ടത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഫോറൻസിക് പത്തോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് മൈക്കിൾ ബെയ്ഡൻ എന്നാണ്. അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതായത് ഈ എപ്സ്റ്റീൻ്റെ മൃതശരീരത്തിൽ കാണപ്പെട്ട മുറിവുകൾ, ഒരാൾ തൂങ്ങി മരിക്കുമ്പോഴുണ്ടാകുന്ന കഴുത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന മുറിവുകൾ, ആ മുറിവുകൾ സാധാരണ രീതിയിൽ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരുടേതിന് സമാനമായിരുന്നില്ല. അതിനേക്കാൾ മാരകമായ മുറിവുകളാണ്. താൻ ഏതാണ്ട് 50 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ്. തൻ്റെ 50 വർഷത്തെ കരിയറിൽ ഒരിടത്തും ഇങ്ങനെ ഒരു മുറിവ് കണ്ടിട്ടില്ല. വളരെ അസാധാരണമായ മുറിവാണ് ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എപ്സ്റ്റീൻ സ്വയം തൂങ്ങി മരിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്നാണ് ഇപ്പോൾ ഫോറൻസിക് ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊരു വെളിപ്പെടുത്തൽ അവിടുത്തെ ചില മാധ്യമങ്ങളോട് നൽകിയിരിക്കുന്നത്. ഇത് ഈ എപ്സ്റ്റീനെ ജയിലിൽ ആരെങ്കിലും വകവരുത്തിയതാകാം. ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ കുറ്റകൃത്യങ്ങൾ, മറ്റുള്ള ചിലരുടെ മാന്യമായ മുഖങ്ങൾ, ഇതൊന്നും പുറത്തു വരാതിരിക്കാൻ ആരോ ചെയ്ത കൊലപാതകമായിരിക്കാം എന്നൊരു സംശയം ഇപ്പോൾ പുറത്തു വരികയാണ്. നേരത്തെ തന്നെ അങ്ങനെയുള്ള ചില സംശയങ്ങൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ മരിച്ച നിലയിൽ കാണപ്പെട്ട ദിവസം അർദ്ധരാത്രി ഏതോ ഒരു മനുഷ്യൻ ഈ സെല്ലിൻ്റെ അടുത്തേക്ക് പോകുന്നതും തിരിച്ചിറങ്ങി വരുന്നതുമൊക്കെയുള്ള ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അതുകൂടാതെ തന്നെ ഏതാനും ചില സംശയങ്ങൾ ഇതിന് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിലൊന്ന് ഈ സഹതടവുകാരനെ മാറ്റിയതുമായി ബന്ധപ്പെട്ടതാണ്. എപ്സ്റ്റീൻ്റെ ഒപ്പം താമസിച്ചിരുന്ന സഹതടവുകാരനെ ഇയാൾ മരിച്ചതായി കാണപ്പെട്ടതിൻ്റെ തൊട്ട് തലേന്ന് ജയിൽ മാറ്റി എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഓരോ 30 മിനിറ്റിലും എപ്സ്റ്റീനെ പോലെയുള്ളവരെ തടവറയിൽ പോയി വെരിഫൈ ചെയ്യണം, അയാൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കണം. അങ്ങനെ ഒരു സുരക്ഷാ പ്രോട്ടോകോൾ ജയിലിലുണ്ടായിരുന്നു. പക്ഷേ ഈ എപ്സ്റ്റീൻ്റെ മരണ ദിവസം അങ്ങനെയൊരു സുരക്ഷാ പ്രോട്ടോകോൾ മണിക്കൂറുകളോളം ജയിൽ ഉദ്യോഗസ്ഥർ പാലിച്ചില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ മരിച്ച നിലയിൽ കാണപ്പെട്ട എപ്സ്റ്റീൻ്റെ മൃതദേഹം യഥാർത്ഥത്തിൽ ഫോട്ടോഗ്രാഫ് ചെയ്തതിന് ശേഷമാണ് ആ നിലയിൽ നിന്ന് മാറ്റേണ്ടത്. പക്ഷെ അതിനു മുമ്പ് ആ മൃതദേഹം അവിടെ നിന്ന് അഴിച്ചു മാറ്റുകയും പിന്നീടാണ് ഈ മൃതദേഹം ഫോട്ടോഗ്രാഫ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഇതെല്ലാം ഗുരുതരമായ ജയിൽ വയലേഷൻസ് ആണ്, ജയിൽ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതിനോടൊപ്പമാണ് ഇപ്പോൾ ഈ ഫോറൻസിക് പത്തോളജിസ്റ്റിൻ്റെ വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് ഏതാണ്ട് അവസാനിച്ചിരുന്നതാണ്. ആ അന്വേഷണത്തിൽ പറയുന്നത് ജെഫ്രി എപ്സ്റ്റീൻ സ്വയം തൂങ്ങി മരിച്ചു എന്ന് തന്നെയാണ്. എന്നാൽ ആ സർക്കാരിൻ്റെ കണ്ടെത്തലുകളെ മാറ്റിമറിക്കാൻ പോകുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഫോറൻസിക് പത്തോളജിസ്റ്റ് നടത്തിയിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തലിൻ്റെയും മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ജെഫ്രി എപ്സ്റ്റീൻ്റെ മരണം പുനരന്വേഷിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് എന്ന് അമേരിക്കയിലെ നിയമവിദഗ്ധർ കരുതുകയും ചെയ്യുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.